CSKയുടെ മുന്നിൽ ഇരുള് മാത്രം. ആദ്യ മത്സരത്തിൽ അവരുടെ പെർഫോമൻസ് കണ്ട്, ബൗളിങ്ങിൻ്റെ കാര്യം കണ്ട് നിരാശയോടുകൂടിയാണ് അങ്ങനെ ഒരു റീല് നമ്മൾ ചെയ്തത്. ഇപ്പോൾ കാര്യങ്ങൾ മാറുന്നു. CSKയുടെ 100 തെളിഞ്ഞിരിക്കുന്നു. ആ ഇരുള് മെല്ലെ മായുകയാണ്. 100 എന്ന വാക്കിനർത്ഥം വെളിച്ചമെന്നാണ്. നൂർ അഹമ്മദ് ആ മാജിക്കൽ പെർഫോമൻസ് വീണ്ടും പുറത്തെടുക്കുന്നു. കഴിഞ്ഞ സീസണിൽ അവൻ്റെ ബൗളിംഗ് മികവ് നമ്മൾ കണ്ടതാണ്. ഇത്തവണ ആ മാന്ത്രികത ഇല്ലേ എന്ന് ശങ്കിച്ചു പോയിരുന്നു. പക്ഷേ അവൻ തിരികെ എത്തിയിരിക്കുന്നു. ഇന്നലെ ചെപ്പോക്കിൽ 4 ഓവറിൽ വെറും 19 റൺസ് വിട്ടുകൊടുത്ത് 3 വിക്കറ്റാണ് അവൻ പിഴുതെടുത്തത്. KKRന് മേൽ അവർ വിജയം നേടുമ്പോൾ സ്പിന്നർമാരുടെ പ്രകടനം എടുത്തു പറയണം. അഖിൽ ഹുസൈൻ 4 ഓവർ 26 റൺസ് 1 വിക്കറ്റ്. ഈ 2 പേരും ചേർന്നുകൊണ്ടാണ് KKRൻ്റെ ആ ഒരു മൊമെൻറ്റം അങ്ങ് ഇല്ലാതെയാക്കിയത്. അതോടൊപ്പം പറയേണ്ട പല കാര്യങ്ങളിൽ ഒന്ന് അൻഷുൽ കമ്പോജിൻ്റെ ബൗളിംഗ് പ്രകടനമാണ്. അദ്ദേഹം സന്ദർഭത്തിനൊത്തുയരുന്നു. പവർ പ്ലേയിൽ എറിയണോ എറിയാം, മിഡിൽ ഓവറുകളിൽ എറിയാം, ഡെത്ത് ഓവറിൽ എറിയാം. CSKക്ക് വിശ്വസിച്ച് പന്തേൽപ്പിക്കാവുന്ന ഒരാളായിട്ട് അവനും വളരുന്നു. കഴിഞ്ഞ കളിക്ക് ശേഷം, അതായത് DCയെ തോൽപ്പിച്ച ശേഷം ഋതുരാജ് പറഞ്ഞൊരു കാര്യമുണ്ട്. ഞങ്ങൾക്ക് ബൗളിങ്ങിൽ എക്സ് ഫാക്ടർ ഇല്ല, പക്ഷെ എല്ലാവരും ചേർന്നുകൊണ്ട് സന്ദർഭത്തിനനുസരിച്ച് കാര്യങ്ങൾ ചെയ്യുമ്പോൾ റിസൾട്ട് വരുമെന്ന്. ആ റിസൾട്ടാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. കാര്യങ്ങൾ ട്രാക്കിലായിരിക്കുന്നു. KKRനെ തോൽപ്പിച്ചിട്ട് അതേ ഋതു പറയുന്നുണ്ട്, ഇപ്പോൾ എല്ലാവർക്കും കൃത്യമായിട്ട് അറിയാം അവരുടെ റോൾ എന്താണ്, ഏത് ലെങ്ത്തിൽ പന്തെറിയണം, എങ്ങനെ കാര്യങ്ങൾ ചെയ്യണമെന്ന്. വലിയ സന്തോഷമുണ്ട് വിജയത്തിലെന്ന് ഋതു പറയുന്നു. തുടർച്ചയായ 2ാം മത്സരമാണ് അവർ ഡിഫെൻഡ് ചെയ്ത് വിജയിക്കുന്നത്. ഡ്യൂവുള്ളൊരു രാത്രി, നല്ല ഹ്യൂമിഡിറ്റി ഉണ്ട്, നന്നായി സ്വെറ്റ് ചെയ്യുന്നുണ്ട്. അവിടെ പന്തെറിഞ്ഞ് 2ാം ഇന്നിങ്സിൽ പന്തെറിഞ്ഞ് വിജയിക്കുക എന്നത് എളുപ്പമുള്ള കാര്യമല്ല. അതും 200-ന് താഴെ ഒരു റൺസ് ഡിഫെൻഡ് ചെയ്യുക. അതാണ് CSK ചെയ്ത് കാണിച്ചിരിക്കുന്നത്. യെസ്, ബൗളിങ്ങിലെ പ്രശ്നങ്ങൾ പതിയെ അങ്ങ് മാഞ്ഞു പോവുകയാണ്. ബാറ്റിങ്ങിൽ ഓൾറെഡി കാര്യങ്ങൾ ക്ലിക്കായി കഴിഞ്ഞു. ചേട്ടൻ മിന്നും ഫോമിലാണ്, ആ ഫോം തുടരുന്നു. ബ്രവിസ് കൂടി പാർട്ടിയിൽ ജോയിൻ ചെയ്തിരിക്കുന്നു. ആയുഷ് മാത്ര പിന്നെ ഞെട്ടിക്കുകയാണല്ലോ. CSKയുടെ 100 തെളിഞ്ഞിരിക്കുന്നു.